ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം എല്ലാവർക്കും. പ്രചരണത്തിൽ ആക്റ്റീവാണ്. അതെ, തീർച്ചയായിട്ടും പ്രചരണത്തിൽ ആക്റ്റീവാണ്. വലിയൊരു ഉത്തരവാദിത്വം കൂടെ പാർട്ടി തന്നിട്ടുണ്ട്. ക്യാമ്പയിനർ എന്നുള്ളത് ക്യാമ്പയിൻ കമ്മിറ്റിയിലുമുണ്ട്. സ്റ്റാർ ആണോ എന്നറിയത്തില്ല, ക്യാമ്പയിനറാണ്. ഞാൻ നമ്മുടെ പഴയ മുത്തുച്ചേട്ടനെ കണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പോൾ BJP മുത്തുച്ചേട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, അത്ര വർഷമായിട്ട് കാണുകയാണ്. ദീപ്തി അത്ര വർഷം തന്നെ കാണുകയാണ്. ഇപ്പോൾ വളരെ സജീവമായി ഉണ്ടാവില്ലേ? പിന്നെ മുത്തുവിനേക്കാളും ഒത്തിരി ഇളയതല്ലേ. ഇത്തവണ ദീപ്തിക്ക് സീറ്റ് കിട്ടുന്നതായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു കേട്ടോ, സീറ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടാതിരിക്കും. എന്നാലും കൊച്ചി എന്നുള്ളതൊരു പ്രതീക്ഷയായി നിന്നിരുന്നു പല കാരണങ്ങൾ കൊണ്ട്. അല്ല, അങ്ങനെ കൊച്ചി എന്നുള്ളൊരു പ്രതീക്ഷയല്ല. തെരഞ്ഞെടുപ്പ് നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു സൂചന എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോജക മണ്ഡലം ഇതാണ്, തൃക്കാക്കരയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ മാറ്റം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മത്സരിച്ചതുകൊണ്ട് അതിൻ്റെ അത് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ മത്സരിക്കുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. സിറ്റിംഗ് MLA മാരെല്ലാം മത്സരിക്കുകയായിരുന്നു. പിന്നീട് എന്നോട് കൊച്ചി ആയിരിക്കുമെന്നുള്ള ഒരു സൂചനയായിരുന്നു തന്നിരുന്നത്. അതിലേക്ക് പോയി. പിന്നെ അതിന്റെ കുറെ ദിവസങ്ങൾ അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട്, അവസാന നിമിഷം വരെ കൊച്ചിയിൽ അങ്ങനെ ചർച്ച മുമ്പോട്ട് പോയല്ലോ. പക്ഷെ അത് മറ്റൊരാൾക്ക് ലഭിച്ചു. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ വർക്കുകളിലും ഒക്കെ സജീവമായിട്ട്. അതെന്തായാലും ദീപ്തി അങ്ങനെ തന്നെയും കാര്യം. എങ്കിൽ കൂടി കൊച്ചിയിൽ അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു. അതിൽ ദീപ്തിയുടെ പേര് വളരെ സജീവം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ധാരണ, എന്റെ അറിവ്. എനിക്ക് തന്നിരുന്ന നിർദ്ദേശം അങ്ങനെ തന്നെയായിരുന്നു. അവസാന നിമിഷം വരെ, അതായത് അന്ന് ഷിയാസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറും എന്നുള്ളത് തന്നെയായിരുന്നു വിചാരിച്ചുകൊണ്ട്. ഷിയാസിന് മറ്റൊരു സ്ഥലമായിരുന്നു ചർച്ചയിൽ വന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ ഉറപ്പിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. പക്ഷേ അവസാനം ഒരു മാറ്റമുണ്ടായി. അതെല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അകത്ത് വലിയൊരു പ്രത്യേകത ഉണ്ടെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഇടപെടൽ എന്നുള്ളതല്ല അതിന് പറയേണ്ടത്. ചില ഫാക്ടേഴ്സ് പാർട്ടിക്ക് എപ്പോഴും നോക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പലതും ഉണ്ടാവും. ചില ഇപ്പോൾ ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. ചിലപ്പം മറ്റു ചില എന്താ പറയുക, മറ്റു ചില സീറ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ അതിനെ ബാധകമാകും. പക്ഷെ ആ സമയത്തും ദീപ്തി പറഞ്ഞത് സീറ്റ് കിട്ടിയാൽ മത്സരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ മത്സരം തുടങ്ങും. അത്രയും പക്വമായി ആ മുഖത്ത് പ്രതികരിച്ച അന്നാരും അതിനൊരു ഹാഷ്മി, എനിക്ക് എന്റെ ആ ചോദ്യം ചോദിക്കണം. അത് ചോദിക്കാൻ പറ്റിയ ആള് തന്നെ. അപ്പൊ ഞാൻ രാവിലെ ഹാഷ്മിയോട് ചോദിക്കായിരുന്നേ, നമ്മൾ ഈ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ചേരുമ്പം പെൺകുട്ടികളും ആൺകുട്ടികളും ഏകദേശം ഒരേ നമ്പറാണ്. അങ്ങനെ വളർന്നു വന്ന സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലായിടത്തും പൊതുവായ കാര്യം പറയുന്നത്. എന്നാലും നമ്മുടെ കേരള നിയമസഭയിൽ 70 പുരുഷന്മാരും 70 സ്ത്രീകളും എന്ന സ്വപ്നം എന്നേലും നടപ്പാവും? അതൊരു സാങ്കല്പികമായ ക്വസ്റ്റ്യൻ ആയി പോയി. മറ്റേത് ചോദ്യത്തിന് വേണമെങ്കിലും ഞാൻ മറുപടി പറയാം. ഇതിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, സോറി. പക്ഷെ വേണ്ടേ? കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പൊതുരംഗത്തായാലും ഏത് രംഗത്തായാലും ആ ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് ഇപ്പോഴും പ്രായോഗികമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കേണ്ടത് സ്ത്രീകളല്ല. ശ്രമിക്കേണ്ടത് ഈ പുരുഷ മേധാവിത്വമുള്ള ഏതെല്ലാം രംഗങ്ങളുണ്ടോ അവരെല്ലാവരും ബോധപൂർവം ശ്രമിക്കും. ശാക്തീകരണം ഉണ്ടാകും. ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ അധികമായി സ്ത്രീകൾക്ക് കൊടുക്കും, ഇതൊക്കെ പറയുമ്പോഴും അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചേർത്ത് പിടിക്കണമല്ലോ. നേതാക്കന്മാർ എല്ലാവരും അങ്ങനെ വേണമല്ലോ, നേതൃത്വം അങ്ങനെ വേണമല്ലോ. ഞാനും ചേർത്ത് പിടിച്ചല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഞാൻ അവരെല്ലാം ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ വേണം എന്ന് തന്നെയാണ്. അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഒരു വ്യക്തിക്കും ഇതിൻ്റെ അകത്തൊരു പ്രാധാന്യമില്ല. സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല. പാർട്ടിയാണ് വലുത്. പാർട്ടി ഇല്ലെങ്കിൽ ആ വ്യക്തിയില്ല. സ്ഥാനാർത്ഥി മോഹവുമായി മാത്രം പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്കാണ് പൊട്ടിത്തെറിക്കാൻ തോന്നുന്നത്. ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല. ഞാൻ ഈ സംഘടനയോട് അദമ്യമായ ആഗ്രഹത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ വന്നതാണ്. അത് മരണം വരെ അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ്. ഈ പക്വതയോടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണേ. മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഞങ്ങൾ സ്ത്രീകൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കണേ. 70 സ്ത്രീ വനിതാ MLA മാരുള്ള ഒരു കേരള നിയമസഭ, അതാണ് ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഞങ്ങൾ ഈ പുരുഷന്മാരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരിക എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, മെയിൻ ക്യാമ്പയിനറിൽ ഒരാളാണ്. അപ്പൊ പോണ തിരക്കുണ്ട്. അപ്പൊ കാണാം. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.